കഴിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നാട്ടിൽ വന്നു. എവിടെ ചെങ്ങന്നൂർ വന്നിറങ്ങി. ചെങ്ങന്നൂരിൽ നിന്ന് അവിടെ ആൾക്കാരൊക്കെ വന്ന് അവിടുന്ന് ഒരാൾ വന്ന് പിക്ക് ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവിടെ പോയി അവിടുത്തെ പണി അവർ 2 ദിവസം അവിടെ നിൽക്കേണ്ടതാണ്. അവിടുത്തെ പണി മൊത്തം ചെയ്ത് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ നാത്തൂൻ്റെ ബന്ധുവുമായിട്ട് വന്ന് അവരവിടെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞത്, നീ പിന്നെ നീ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിച്ചു. നീ എന്താ പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല നീ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല ഞാൻ എന്താ അറിഞ്ഞു, ഞാൻ എടുത്ത വയലേ ഞാൻ ചോദിച്ചു അമ്മ എങ്ങനെയുണ്ട്, സുഖമാണോ, അമ്മയ്ക്ക് എങ്ങനെ? അപ്പോഴവർ കണ്ണ് തള്ളിയിട്ട് ചോദിച്ചു, എന്താ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്നാൽ വാ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവരുടെ ചേച്ചിയാണെങ്കിൽ ഒരു പെണ്ണുപിളെ ശാന്തമ്മ എന്ന് പറയുന്നത്, ഇതുപോലെ ദുഷ്ടത്തി വേറെ ഒന്നുമില്ല. ആ പെണ്ണുപിള അതിനെക്കാട്ടി ക്രൂരതയാണ്. ആ പെണ്ണുപിള്ള എന്തോ ചെയ്തെന്ന് അറിയുമ്പോൾ ഞാൻ ചെന്നു ചോദിക്കാം, നിൻ്റെ അമ്മയെ നിനക്ക് കാണണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണണം, വേറെ വീട്ടിലോട്ട് പോവാം, അവരെ വീട്ടിലോട്ടാണ് കൊണ്ടുവന്നത്. അപ്പം എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ അങ്ങ് ചത്തുപോയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയുന്നത്, എന്താ അങ്ങനെ? അല്ല ചത്തുപോയി വല്ല പോയാൽ അമ്മയുടെ കൂടെ പോകാം, കാണാൻ പറ്റുന്നു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ എന്നെ? ഞാൻ ചോദിച്ചു എന്തറിയാൻ? നിൻ്റെ അമ്മ മരിച്ചുപോയി, ഒരു ഇതില്ലാത്ത രീതിയിൽ. നിൻ്റെ അമ്മ മരിച്ചുപോയോ? എന്താ നീ പറയുന്നത്? നിൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇപ്പോൾ എന്താണ്? അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ വീട്ടിൽ ഞങ്ങളുടെ പറമ്പിൽ അമ്മേനെ ദഹിപ്പിച്ചേക്കുന്നത് അവിടെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഞാൻ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എന്താണെന്നറിയത്തില്ല. ആ ഒരു പ്രായമൊക്കെ അതൊക്കെ വലിയൊരു സിറ്റുവേഷൻ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു അനുഭവം ഇങ്ങനൊന്നും അല്ല. അതൊന്നും അത്രമാത്രം ഒന്നും കഥ പറയാൻ അറിയത്തില്ല. അതൊക്കെ ഞാൻ ഒന്ന് ഇതായിട്ട് സ്പീഡിലങ്ങ് പറഞ്ഞു പോയതാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആ ഒരു പ്രായത്തിൽ അന്നേരം അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ ഞാൻ പ്രായമുണ്ട്, വയസ്സിൽ വരുന്നത് എനിക്ക്. അമ്മ മരിച്ച് അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ പിന്നെ ഞങ്ങളുടെ തറവാടൊക്കെ ഇവർ പൊളിക്കാനും ഇവിടുന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് അവരുടെ നാട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക്, എൻ്റെ അണ്ണനെ അവരുടെ അതായത് അവരുടെ വീട്ടിലേക്ക് പറിച്ച് നടാനൊക്കെ ഉള്ള വെത്തപ്പാടും ഓട്ടമായിരുന്നു. പിന്നെ ഞാൻ വരെ നോക്കുമ്പോൾ കാണാം ഞങ്ങളുടെ വീടൊക്കെ പൊളിച്ച് കൈക്കോലൊക്കെ ഒഴിച്ച് എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ അമ്മയൊന്നുമില്ല, ആരും ഇല്ലല്ലോ, ഇവർ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങളുടെ അവിടെ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ദൈവമേ, ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. എന്തുമാത്രം പിന്നെ ഉപദ്രവം ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരുടെ വീട്ടിലല്ലേ, അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ ചേച്ചിമാരും, അത് വലിയൊരു കുടുംബം, 7-8 ആങ്ങളമാരും, അതിൻ്റെ പിന്നെ ഭാര്യമാരും, അതിൻ്റെ മക്കളുമാരും, ഭയങ്കര മുടിഞ്ഞ വീട്. അവിടെ പോയി ചെന്ന് അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള കാര്യം അറിയാലോ. അപ്പോൾ എൻ്റെ അനിയത്തിയുണ്ടേ, എൻ്റെ അനിയത്തി ഇവരുടെ കൂടെ. അപ്പോൾ ഈ അനിയത്തിക്ക് എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് അങ്ങനെ അവൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവളെ പിന്നെ ഉപദ്രവിക്കുകയായിരിക്കും. പിന്നെ അവൾ കൊച്ചായതുകൊണ്ട് അവൾക്ക് എത്ര വലിയ ഇതൊന്നുമില്ല, എന്നാൽ പോലും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വീടൊക്കെ അവിടുന്ന് വീടൊക്കെ സ്ഥലമൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ സ്ഥലം അങ്ങനെ കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വീതം വെക്കണം. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ വീതം വെക്കണമെങ്കിൽ ഞങ്ങളാരും മേജറായിട്ടില്ല. എനിക്ക് 18 വയസ്സാവാതെ ഇത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അനിയത്തിക്കും ആവാതെ പറ്റത്തില്ല. ഞങ്ങളെല്ലാം മൈനർ കുട്ടികളല്ലേ, എങ്ങനെ അവർക്ക് വസ്തു വീതം വയ്ക്കാൻ പറ്റും? ഞങ്ങളുടെ അമ്മയുടെ സ്വത്ത് വീതം വയ്ക്കാൻ പറ്റത്തില്ല. ആകെ ഉള്ളത് 23 സെൻറ്റ് സ്ഥലമുണ്ട്, അത് എല്ലാവർക്കും വേണമെന്നാണ്. എൻ്റെ ചേച്ചിമാർക്കൊക്കെ കൊടുത്തു, മൂത്ത ചേച്ചിക്കും കൊടുത്തു, രണ്ടാമത്തെ ചേച്ചിക്കും കൊടുത്തു, എൻ്റെ ആങ്ങളേക്കും കൊടുത്തു. പക്ഷേ ഇതിൽ കിട്ടാത്തതെല്ലാം ഞാനും എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവരെല്ലാവർക്കും, അമ്മ മരിച്ചപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണം സ്വത്തിൻ്റെ പാതി, എല്ലാവർക്കും വസ്തു പിന്നെ ഈക്വൽ ഷെയർ വേണം. അപ്പം ഇതൊന്നും ഇപ്പോൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്കത് എന്താന്ന് പോലും അറിയത്തില്ല, എന്ത് കുന്താന്ന് പോലും അറിയില്ല. അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒപ്പിട്ടാലേ അത് വാല്യുവല്ല. അപ്പം പിന്നെ അവിടുത്തെ രജിസ്റ്ററിൽ പോയി പറഞ്ഞ് പിള്ളേർ എഴുതിയൊക്കെ വെക്കാം ഞങ്ങൾ. പക്ഷേ ഇതാവണമെങ്കിൽ അവർക്ക് 18 വയസ്സ് തികയണം. 18 വയസ്സ് തികഞ്ഞ് മൈനറായ, ഇപ്പോൾ ഒരു മൈനറാണ്, മേജർ രജിസ്ട്രേഷൻ നമുക്കിത് പ്രമാണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് വേറെ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ജോലിക്കൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകാൻ നോക്കുമ്പോൾ സ്കൂളിൽ പോകാൻ വിടത്തില്ല. കാരണം ഞങ്ങൾ ഇഞ്ഞു വന്നു,
എൻ്റെ വീട്ടിൽ അവിടെ ചെന്നാൽ എനിക്ക് സ്കൂളിൽ, പിന്നെ എൻ്റെ അനിയത്തി ഇങ്ങോട്ട് സ്കൂളിൽ, ഇവരുടെ നാട്ടിലേക്ക് സ്കൂളിലാക്കി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ നമ്മളോടൊക്കെ ചെയ്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞായിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞ് നിർത്തിയേക്കൊണ്ട് ഇനി ബാക്കി സ്റ്റോറി ഇനി പറയാം. ഇന്നത്തെ ഡ്രസ്സിൽ ഇന്ന് ഇത് മൊത്തം പറഞ്ഞു, ഇത്രയും പറഞ്ഞു. ഇത് 2-3 പ്രാവശ്യം പാട്ടായിട്ട് ഇടാനേ പറ്റുള്ളൂ. അതിടാം. എന്നാൽ ശരി, ഓക്കെ. അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റോറിയായിട്ട് വരാം.